മഹത്തായ അനുഗ്രഹത്തോടെ പരിശുദ്ധ ഇൽമിന്റെ സദസ്സിൽ സംബന്ധിച്ച വന്യരായ പണ്ഡിത മഹത്തുക്കളെ, സാധാതുക്കളെ, നേതാക്കളെ, പ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, വിശിഷ്യ മുതഅല്ലിമൂനെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഇഹത്തിലും പരത്തിലും കൂലി കിട്ടുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, മശായിഖ്, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, ദീനിന്റെ പേരിൽ നമ്മെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, ഈ സംഗമത്തിലേക്ക് സഹകരിച്ച, ഇതിനു വേണ്ടി പ്രവർത്തിച്ച, ഇതിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ, ഇതിന്റെ പിന്നിലെ കാരണക്കാരായ അസീസ് ഉസ്താദിന്റെയും ഈ നാട്ടിലുള്ള നല്ലവരായ എല്ലാ മോമിനുകളുടെയും ലോക മോമിനീങ്ങളുടെയും എല്ലാവിധ ദോഷങ്ങളെയും വഫൂറും വഫാറുമായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി പെരുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാവിധ രോഗങ്ങളെയും ഷാദിയും കാഫിയുമായ റബ്ബ് ശിഫയാക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് ഇരുകൂട്ടരും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രസംഗത്തിലേക്ക് മുതിരാതെ അത്യുജ്വലമായ പ്രസംഗം കേട്ട് ഹൃദയം ഈമാനികമായി ആവേശം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തില് ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഇരുത്തി ക്ഷീണിപ്പിക്കുന്നില്ല. അല്പവാക്കുകൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി മറ്റ് ദിക്റുകളിലേക്കോ സലാത്തുകളിലേക്കോ ഒന്നും തിരിയാതെ അല്പം ഫാത്തിഹ മാത്രം ഓതി നമുക്ക് ദുആ ചെയ്യാം. പറയാനുള്ളത് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ബാക്കവി പറഞ്ഞതുപോലെ ഭാവി നന്നാവുക, മുഅ്മിനായി മരിക്കുക. ഏത് മുഅ്മിനായ മുസ്ലിമായ മനുഷ്യനോട് ചോദിച്ചാലും അവസാനം ഇമാൻ കിട്ടണേ, അവസാനം കിട്ടിയാൽ പോരാ, അധികവും കിട്ടണം, എന്നും കിട്ടണം. എന്നാ എന്താ ഇതിനുള്ളൊരു വഴി? അത് നമ്മൾ നോക്കണല്ലോ. നമ്മുടെ ലക്ഷ്യം മുഅ്മിനായി ജീവിക്കണം, മുഅ്മിനായി മരിക്കണം. അതില്ലാതെ നമ്മൾ ഇവിടെ നിന്ന് മരിച്ചു പോയാൽ നമ്മൾ വന്നത് നമുക്ക് നഷ്ടമാണ്. അത് ആലിമാവട്ടെ, ഹാജിയാവട്ടെ, കോടീശ്വരനാവട്ടെ, ആരായിരുന്നാലും ശരി, മുഅ്മിനായി മരിച്ചതായെങ്കിൽ വന്നത് നഷ്ടമാണ്. അപ്പൊ ആ നഷ്ടം വരാതെ നമുക്ക് മുഅ്മിനായി മരിക്കണം. അതിനെന്താണ് വഴി? ഒരു 4 വാക്ക് പറയാതെ നിങ്ങളുടെ മുന്നിൽ നിന്ന് പോവാൻ മനസ്സനുവദിക്കുന്നില്ല. വഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന അപേക്ഷയോടെ അല്പവാക്കുകൾ പരിശുദ്ധ ഖുർആൻ. നിസ്കാരം നമുക്ക് നിർബന്ധമാണ്, നോമ്പ് നിർബന്ധമാണ്, ഹജ്ജ് നിർബന്ധമാണ്. ഇതെല്ലാം ചെയ്താൽ ദോഷം പൊറുക്കൂലേ? പൊറുക്കും, എല്ലാം പൊറുക്കും. പക്ഷേ അതോരോന്നും അതായിരിക്കണം. നിസ്കാരം നിസ്കാരമാവണം, നോമ്പ് നോമ്പാവണം, ഹജ്ജ് ഹജ്ജാവണം, ഉംറയാവണം. അതല്ലാതെ എങ്ങനെ ആവുമെന്ന് പറയാൻ ഇപ്പൊ അവസരം ഇല്ല. അതുകൊണ്ട് അതിലേക്ക് ഞാൻ തിരിയുന്നില്ല. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടി? അല്ലാഹുവിന്റെ വജ്ഹിനു വേണ്ടി. അപ്പോ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ടും ദോഷം പൊറുക്കും. പക്ഷേ നമ്മുടെ നോമ്പ് എടുത്താൽ നോമ്പ് കുറേ ആളുകളുടെ നോമ്പ് പൊള്ളയാണ്. അതെങ്ങനെ റയ്യബത്തുകളെ കൊണ്ട് കൂലിയില്ലാതെ പോകുന്നു? നിസ്കാരത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നതെന്ന് അറിയാതെ നിസ്കരിക്കുന്നവർക്കും ആ നിസ്കാരം കൊണ്ട് ഫലമില്ല. തെക്കുമീൻ കിട്ടുമ്പോ ഓർമ്മ ഉണ്ടാവുമ്പോ നിസ്കരിക്കാണ്. പിന്നങ്ങനെ പോയി ജമാഅത്തിലാണെങ്കിൽ പിന്നാലെ അങ്ങനെ പോയി എന്താ ചെയ്യുമെന്നുള്ളൊരു ബോധമല്ല. അതിന്റെ ഇടയിൽ കുറെ അങ്ങാടിയിലുണ്ടാവും, സുഹൃത്തുക്കളുടെ ഇടയിൽ കൂടെ എല്ലാം ഉണ്ടാവും. ഞാൻ അതിലേക്ക് ഒന്നും പറഞ്ഞ് വിശദമായി പോകുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഈ രൂപത്തിലുള്ള നിസ്കാരങ്ങളെ കൊണ്ട്, നോമ്പുകളെ കൊണ്ട്, ദാനകർമ്മങ്ങളെ കൊണ്ട്, റിയാവ് വരുന്ന കാര്യങ്ങളെ കൊണ്ട് നമ്മൾ മരിക്കാൻ പോയാൽ നമുക്ക് രക്ഷയില്ല. കാരണം നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കറയാണ്, കലയാണ്. അതേപോലെ നമ്മുടെ ശരീരം പരിശോധിച്ചാൽ ചീത്തയാണ്.
അപ്പൊ ഈ ചീത്തയായ ശരീരം കൊണ്ട് മലിനമായ ഹൃദയം കൊണ്ട് മരണത്തിലേക്ക് പോയാൽ ആ മനുഷ്യനിക്കൊരു രക്ഷയുമില്ല. നേരെ മറിച്ച് മരണസമയത്ത് ശരിയായ ഈമാൻ കിട്ടണമെങ്കിൽ അതിന്റെ മുമ്പേ തന്നെ നമ്മൾ കാലെ കൂട്ടി ചിന്തിക്കുകയും നമ്മുടെ ഖാലിഖും റാസിഖും റബ്ബുമായ അല്ലാഹുവിനെ നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്തുകയും വേണം. അതില്ലാതെ പോയാൽ നമുക്ക് നഷ്ടമാണ്. ഇതിനെന്താണ് മാർഗം? ഇതാണ് അല്പവാക്കുകളിലൂടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആൻ. മറന്നായ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു, വദാകിരീന അല്ലാഹ കസീറൻ വദാകിറാത്ത് അഅദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. അല്ലാഹുവിനെ കൂടുതൽ സ്മരിക്കുന്ന പുരുഷന്മാർ, അല്ലാഹുവിലേക്ക് കൂടുതൽ ദിക്ർ ചെല്ലുന്ന പുരുഷന്മാര്, അല്ലാഹുവിനെ കൂടുതൽ സ്മരിക്കുന്ന സ്ത്രീകള്, അല്ലാഹുവിലേക്ക് കൂടുതൽ ദിക്ർ ചെല്ലുന്ന സ്ത്രീകള്, അഅദല്ലാഹു ലഹും മഗ്ഫിറതൻ, ദോഷം പൊറുക്കൽ അല്ലാഹു അവർക്ക് തയ്യാർ ചെയ്തിരിക്കുന്നു, വഅജ്റൻ അളീമാ, വണ്ണമായ കൂലിയും അല്ലാഹു തയ്യാർ ചെയ്തിരിക്കുന്നു. അതിലേക്ക് നമുക്ക് സമയമില്ല. മഗ്ഫിറത്ത് അല്ലാഹു തയ്യാർ ചെയ്തിരിക്കുന്നു. എന്താണ് ഇതിന്റെ രഹസ്യം? ഇതിനെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ദിക്റുകൾ ധാരാളം ചെല്ലുമ്പോൾ ആ മനുഷ്യന്റെ ദോഷം അല്ലാഹു തആല പുറത്തു കൊടുക്കും. കാരണമെന്ത്? ദിക്ർ എന്നാൽ എന്ത്? ദിക്റിനെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ പൂർവീകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒരു വാക്യമല്ല. നേരെ മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ശരീഅത്തുകാരുടേതാണെങ്കിൽ ഇല്ലല്ലാഹ് എന്നുള്ളത് തരീഖത്തിന്റേതാണ്. അല്ലാഹ് എന്നുള്ളത് ഹഖീഖത്തിന്റെതെങ്കിൽ ഹു എന്നുള്ളത് മഅരിഫത്തിന്റേതാണ്. ഇത് നാലും കൂടി കൂടിയതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതേതെങ്കിലും ഒരു മനുഷ്യൻ സ്ഥിരമായി ഉപയോഗിച്ചാൽ, ഒരു ഉദാഹരണം, ഇതിൽ നിന്ന് ഹഖീഖത്തിന്റെ ദിക്റാവുന്ന അല്ലാഹ് എന്ന് പറയുന്ന 4 അക്ഷരം, ഒരലിഫ്, 2 ലാം, 1 ഹാ, ഇതേതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ സ്ത്രീയോ പുരുഷനോ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ആ നൂറാനിയായിരിക്കുന്ന ഹർഫുകള്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിനുള്ള ഓരോ ഹർഫുകളും ജലാലത്തിന്റെ ഹർഫുകളാണ്, നൂറാനിയായ ഹർഫുകളാണ്. അത് മനുഷ്യ ഹൃദയത്തിലേക്ക് ചെല്ലുമ്പോൾ ഹറാമുകൾ ചെയ്ത്, ആവശ്യമില്ലാത്ത തെറ്റുകൾ ചെയ്ത് ഹൃദയം കറുത്ത് തുരുമ്പ് പിടിച്ച് കിടക്കുന്നതാണെങ്കിൽ അതിലേക്ക് അല്ലാഹ് എന്ന് പറയുന്ന 4 അക്ഷരം, ഒരലിഫ്, 2 ലാം, 1 ഹാ, ആ സാധനം ഇറങ്ങി ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ നൂറാനിയത്ത് കൊണ്ട് പ്രകാശിക്കുന്ന ഹർഫുകള് ആ കറുത്ത ഹൃദയത്തിലേക്ക് ഇടിച്ചുകൊണ്ട് അതിലുള്ള കലകളും കറകളും പുകകളും മുഴുവനും നീക്കി വർഷങ്ങൾ കഴിയുമ്പോൾ ആ മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ നൂറാനിയത്ത് കൊണ്ട് പ്രകാശിക്കുന്നു. അവിടെ നിന്നും മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന ശരീരത്തിലേക്ക് വരുന്ന ബ്ലഡിൽ മുഴുവനും അല്ലാഹുവിന്റെ നൂറ്. അവിടെ നിന്നും മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ശരീരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ആ രക്തത്തിലുള്ളതായ സർവ്വ സാധനങ്ങളിലും, തൊലിയിലാണെങ്കിലും മാംസത്തിലാണെങ്കിലും എല്ലിലാണെങ്കിലും ജനത്തിലാണെങ്കിലും അവന്റെ നഖത്തിലും മുടിയിലും പല്ലിലും മുഴുവനും അല്ലാഹുവിന്റെ നൂറ്. ഈ രൂപത്തിൽ ആ മനുഷ്യൻ വരുമ്പോൾ തീർച്ചയായും അവൻ വിജയിച്ചു പോയി. കാരണം അവന്റെ ഉള്ളിലും പുറത്തുമുള്ള അല്ലാഹുവിന്റെ നൂറ്. ആ അവസ്ഥയിൽ ഒരു മനുഷ്യനെത്തുമ്പോൾ അവനെ കുറിച്ച് അല്ലാഹു തആല ഖുദ്സിയായ ഹദീസ് മുഖേന പറയുന്നത് നോക്ക്, മസാല അബദി ബിൻ നവാഫിൽ യഖൂബു ഹത്താ അകൂന ലഹു യദം വൽ അർജുല വസമ്മ ബിനൂറും മഅൈനം ബാസിറ ഐ മിസ്ല ദാലിക ഫിൽ മഖാലിബി ഹർവലാ. എന്റെ അടിമ സുന്നത്തായ അമൽ കൊണ്ടെങ്കിലേ കളിച്ചുകൊണ്ടിരിക്കും എന്നുവരെ ഞാൻ അവന്റെ കയ്യാവും, ഞാൻ അവന്റെ കാലാവും, ഞാൻ അവന്റെ കേൾവിയാവും, ഞാൻ അവന്റെ കാഴ്ചയാവുമെന്ന്.
അഥവാ കയ്യല്ലാഹുവാണ്, കാലല്ലാഹുവാണ് എന്നല്ല അതിനർത്ഥമുള്ളത്. അവന്റെ കൈകളിൽ ഞാനുണ്ട്, അവന്റെ കാലുകളിൽ ഞാനുണ്ട്, അവന്റെ കേൾവിയിൽ ഞാനുണ്ട്, അവന്റെ കാഴ്ചയിൽ ഞാനുണ്ട്, അവന്റെ നാക്കിൽ ഞാനുണ്ട്, അവന്റെ മൂക്കിൽ ഞാനുണ്ട്. ഇത് വാസ്തവമാണോ? ശ്രദ്ധിച്ചു നോക്ക്. ഈ അവസ്ഥയിലേക്ക് മനുഷ്യനെത്തുമ്പോൾ അവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഔലിയാക്കളെന്ന്. ആ ഫുൾ ലയിച്ചു വരുമ്പോഴാണ് നമ്മൾ അവരെ കുറിച്ച് ഔലിയങ്ങളെന്ന് പറയുന്നത്. എങ്കില് ഇത് ഇവിടെ നടക്കുന്ന കാര്യമാണോ? വാസ്തവമാണ്. കൈകളിൽ അല്ലാഹുണ്ട്, കാലുകളിൽ അല്ലാഹുണ്ട്, കേൾവിയിൽ അല്ലാഹുണ്ട്, കാഴ്ചയിൽ അല്ലാഹുണ്ട്, നാക്കിൽ അല്ലാഹുണ്ട്, മൂക്കിൽ അല്ലാഹുണ്ട്. എവിടെയാണ് മൂക്കിൽ അല്ലാഹു? ശ്രദ്ധിക്കുക. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് നോക്ക്. നീണ്ട ചരിത്രം എല്ലാ ആളുകൾക്കും അറിയാം. 114 സൂറത്തുകളിൽ നിന്ന് ഒരു സൂറത്ത് തന്നെ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു വിശദമായി പഠിപ്പിച്ചു തന്ന അതേ ചരിത്രത്തിന്റെ അന്ത്യത്തിലേക്ക് നോക്ക്. മഹാനവറുകളുടെ സഹോദരങ്ങൾ വന്നുകൊണ്ട് അന്യോന്യം തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്നു, പിതാവിന്റെ സ്ഥിതിയുണ്ട്. യൂസുഫേ, കണ്ണ് വെളുത്തുപോയി, കണ്ണിന്റെ കാഴ്ച മുഴുവനും നഷ്ടപ്പെട്ടു പോയി. എന്റെ യൂസുഫ് യൂസുഫ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വയസ്സായതിന്റെ പേരിലും മഹാനവറുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ നൂറാനിയത്തോട് കോലം പടക്കപ്പെട്ട ആ ശരീരത്തിൽ ഉപയോഗിക്കുന്ന അതേ ഒരു ഷർട്ടെടുത്തുകൊണ്ട് സഹോദരങ്ങളോട് പറയുന്നു, ഇത് എന്റെ പിതാവിന്റെ മുഖത്തിടണേ, എങ്കിൽ എനിക്ക് ബസീറ, കണ്ണിനെ കാഴ്ചയുള്ളവരായി തിരിച്ചു വരുമെന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞുകൊണ്ട് അവിടുത്തെ ശരീരത്തിൽ അണിയുന്ന അതേ വസ്ത്രം ഷർട്ട് കൊടുത്തുകൊണ്ട് സഹോദരങ്ങളെ തെറ്റു പിരിയുമ്പോൾ ആ മിസ്ർ കൊട്ടാരത്തിൽ നിന്ന് സഹോദരങ്ങൾ ഇറങ്ങുമ്പോൾ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം മഹാനവറുകൾ പറയുന്നു, ഇന്നീല അജിദുനി യൂസുഫ, യൂസുഫിന്റെ വാസനയെ ഞാൻ എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവര് പറയുന്നു, നിങ്ങൾക്ക് ഇപ്പോഴും പഴയ സോക്കറാണ്, ഇപ്പോഴും ആ ഒരു യൂസുഫ് യൂസുഫ് എന്നുള്ള ചിന്ത മാത്രമാണ്. ശരിയാണെന്നെല്ലാം പറയുമ്പോൾ ഇല്ല, ഞാൻ സത്യമാണ് പറയുന്നത്, എന്റെ റബ്ബിനിക്ക് ആ കാര്യം എന്റെ മൂക്കിൽ എത്തിച്ചു തന്നിരിക്കുന്നു എന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. അപ്പൊ അല്ലാഹു തആല മൂക്കിലുമുണ്ട്, നാക്കിലുണ്ട് അല്ലാഹു. നിങ്ങൾ നോക്കൂ, മഹാനായിരിക്കുന്ന റൗസുൽ അശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ 14ാമത്തെ പേരമകൻ മഹാനായ ഷെയ്ഖ് സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി കവലത്തിൽ വിശ്രമിക്കുന്ന കണ്ണൂർ അറക്കൽ രാജാവിന്റെ പോലും ഷെയ്ഖായിരുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുള്ളാഹ് മഹാനവറുകൾ എത്രയോ കറാമത്തിന്റെ ഉടമയാണ്. ഉദാഹരണത്തിന് ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ശിഷ്യന്മാർ ഒന്നിച്ച് നടന്നു പോകുമ്പോൾ കാക്കയുടെ സ്വഭാവമാണ്, നിങ്ങളുടെ പെടണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ആളുകൾ നടന്നു പോകുമ്പോൾ നോക്കി കൃത്യമായി വന്ന് മനുഷ്യരുടെ തലയിലേക്കോ ചുമലിലേക്കോ കാക്ഷിക്കുന്ന സ്വഭാവം കാട്ടിട്ടുണ്ട്. മഹാനവറുകളും ശിഷ്യന്മാരും നടന്നു പോകുമ്പോൾ പെട്ടെന്ന് പറന്നു വന്ന് ചുമലിലേക്ക് കാക്ഷിച്ചുപോയി. അത് തട്ടാൻ ശ്രമിച്ചപ്പോൾ കൂടെയുള്ളവർ പറയുന്നു, ഇല്ല ഞങ്ങളെ ഷർട്ടഴിക്കണം, അത് കഴുകണം, അത് വലിയ വാസനയാണ്. ഇത് പറയുമ്പോൾ അല്പമൊന്നും മൂക്കടുപ്പിച്ചു നോക്കി, വലിയ ശക്തിയുള്ള വാസനയാണ്. ആ സാധനം തട്ടിക്കൊണ്ട് ചോദിക്കുന്നു, ഇതാരാണ് ചെയ്തത്? ആരാ കാണുന്നത് അങ്ങനെ ആയിരിക്കുന്ന സാധനമാണ്. എങ്കിൽ ആ സാധനം കാക്ക, എന്റെ നാട്ടിൽ കാക്ക വേണ്ട. മഹാനവറുകൾ പറയുന്നത് എന്റെ കൂട്ടിൽ വേണ്ട എന്നല്ല, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വേണ്ട എന്നല്ല, എന്റെ നാട്ടിൽ കാക്ക വേണ്ട എന്ന് പറയുമ്പോൾ ആ ഉള്ള സാധനങ്ങൾ മുഴുവനും കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് ചത്തുപോയി. എന്നിട്ട് അല്പം യുവാക്കൾ, ഇപ്പോഴത്തെ യുവാക്കള്
ഒരാൾ പറയുമ്പോഴത്തേന് അങ്ങനെ നശിച്ചു പോകെ അതിനെ എതിർത്തുകൊണ്ട് ഒരു ബോക്സിൽ കുറച്ച് കാറ്റുകളാക്കിക്കൊണ്ട് കവലത്തിൽ കൊണ്ടുപോയി വിട്ടു. പക്ഷേ അതും കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് തൂങ്ങി ചത്തുപോയി. എത്രയോ കാലങ്ങൾ കഴിഞ്ഞു, ഇന്നും ആ കവലത്തിൽ കാക്കയില്ല. അടുത്ത ദിവസം പോലും അവിടെ പിള്ളേരെ കണ്ട് ചോദിച്ചു, ഇല്ല കാക്കയില്ല. കാരണമെന്ന് അവരുടെ നാവിൽ അല്ലാഹുണ്ട്, അവരുടെ നാവിൽ അല്ലാഹുണ്ട്. ഇതാണ് ഇതിന്റെ രഹസ്യം. അതെന്തുകൊണ്ട് നേടി? അല്ലാഹുവിനെ കൂടുതലായി ഓർത്തുകൊണ്ട് പറന്നായ ടൈം കഴിച്ച് ബാക്കി സമയത്ത് ഒഴിവ് സമയം മുഴുവനും ഉപയോഗിച്ചുകൊണ്ട് അല്ലാ എന്നോർത്തുകൊണ്ട് തന്റെ ഹൃദയത്തിന്റെ ഉള്ളില് അല്ലാഹുവിനെ കുടിയിരുത്തുകയും ആ അല്ലാ എന്നുള്ള നൂറാനിയത്ത് അവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയും ചെയ്ത് ആ മനുഷ്യന്റെ ശരീരം ശുദ്ധമായി, അവന്റെ ഹൃദയം ശുദ്ധമായി. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. അത് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. ഇങ്ങനെ നോക്കിയാൽ കയ്യിന് തെളിവുണ്ട്, കാലിന് തെളിവുണ്ട്, മൂക്കിന് തെളിവുണ്ട്, ചെവിക്ക് തെളിവുണ്ട്, അതുപോലെ കണ്ണിനും തെളിവുണ്ട്. പക്ഷേ ഓരോന്നും നമ്മുടെ മൂക്കിന്റെ ചൊവ്വിൽ തന്നെ കിടക്കുന്നുണ്ട്. എടുത്തു പറയാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ ചൊല്ലിക്കുകയാണ്, നമ്മൾ ചെയ്യേണ്ടത് അന്യന്റെ കുറവുകൾ നോക്കാൻ പോകാതെ നമ്മുടെ കുറവുകൾ നോക്കിക്കൊണ്ട് ഉള്ള സമയം മുഴുവനും ഒഴിവ് സമയം സ്വറ പറഞ്ഞ് തള്ളിക്കളയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോ അല്ലാഹ് എന്നോ അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്നോ പോലെയുള്ള അദ്കാറുകൾ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ശരീരം ശുദ്ധമാക്കിയാൽ, നമ്മുടെ ഹൃദയം ശുദ്ധമാക്കിയാൽ, നേരത്തെ നമ്മുടെ ബാക്കവി ഉസ്താദ് പറഞ്ഞതുപോലെ ആ ശരീരത്തെ പുഴുത്ത് തിന്നുകയില്ല. അത് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. കാരണം തിന്നാനുള്ള ഒരു സാധനം അതിലില്ല. അതിനുള്ളത് മുഴുവനും അല്ലാഹുവിന്റെ നൂറാണ്. അല്ലാഹുവിന്റെ നൂറല്ലാതെ മറ്റൊരു സാധനവും അതിലില്ല. ആ കൈകൾക്ക് പ്രത്യേകതയുണ്ട്. മഹാനായിരിക്കുന്ന ഖുതുബുസ്സമാൻ ചെയ്ത് സയ്യിദ് അലവി തങ്ങള് കോഴിക്കോട് ഹോട്ടലിൽ കിടക്കുന്ന ഔപ്പോയാമുസിനോട് ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ മേശയുടെ താഴോട്ട് കൈ നീട്ടിക്കൊണ്ട് കോഴിക്കോട് കിടക്കുന്ന ഔപ്പോയാമുസിനയിൽ നിന്ന് ആ ടേബിളിന്റെ അടിയിലേക്ക് നീട്ടിയ അതേ ഒരു മത്സ്യത്തിന്റെ പ്ലേറ്റ് മമ്പറത്തെ മേശയുടെ മുകളിലേക്ക് വെച്ച് കഴിച്ചെങ്കിൽ സഹോദര, ആ മഹാന്മാരുടെ കൈയിന്റെ പ്രത്യേകതയുണ്ട്. അവരുടെ കൈകളിൽ അല്ലാഹുണ്ട്. ഇതേപോലെ ചെവിയിലുണ്ട്, കണ്ണിലുണ്ട്. പറയാൻ സമയമില്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ വെറുത്തു പോകും. ആദ്യമായി നമ്മൾ കണ്ടുമുട്ടാം. ചെങ്ങായി 12 കഴിഞ്ഞിട്ട് നിർത്താതെ പ്രസംഗിച്ചു പോയി എന്ന് പറഞ്ഞാൽ അതെന്നെ സംബന്ധിച്ച് വളരെ പ്രയാസം. ഓരോന്നിനും ഉദാഹരണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കി മഹാന്മാരെ അറിഞ്ഞുകൊണ്ട് മഹാന്മാരോട് പിൻപറ്റാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ഹുഫാദികളെ, ഹാഫിദുകളെ അവർക്ക് ഖുർആൻ പഠിക്കാൻ സഹായിക്കാനുള്ള സന്മനസ്സും തൗഫീഖും അല്ലാഹു നമുക്ക് നൽകട്ടെ. ആരെല്ലാം അതിനെ സഹായിക്കുന്നുവോ, ആരെല്ലാം അതിന് സംഭാവനകൾ നൽകുന്നുവോ അവർക്ക് മുഴുവനും ഖുർആൻ ഹിഫ്ളാത്തിന്റെ മഹത്വം അല്ലാഹു നൽകട്ടെ. അവരുടെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ശരീരത്തിൽ അല്ലാഹു സിഹത്ത് നൽകട്ടെ. കുടുംബങ്ങളിൽ അല്ലാഹു തആല ആഫിയത്തും സിഹത്തും സലാമത്തും ഐക്യവും പ്രദാനം ചെയ്യട്ടെ. ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങളുടെ ഓരോ വീട്ടിലും അല്ലാഹു തആല ഐക്യവും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ. വിശിഷ്യ മഹാനായ അസീസ് ഉസ്താദ് അവരുടെ ഉഖ്റയായ ഉലമാക്കളെ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഒരു വിഹിതം മഹാനവറുകളുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഈ നാട്ടിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന യുവാക്കൾക്ക് അല്ലാഹു തആല ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. നല്ല ജോലി നൽകട്ടെ, നല്ല വരുമാനം നൽകട്ടെ. അവരുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. സാലിഹീങ്ങളായ ഭാര്യമാരെ നൽകട്ടെ, സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ. അതേപോലെ നിങ്ങളിൽ കൈവന്ന ഒരു മഹാഭാഗ്യമുണ്ട്.
ഇന്ന് ലോകത്തുള്ള സംഘടനകളിൽ നിന്ന് ആരെന്ത് പറഞ്ഞാലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ തന്നെയാണ്. കാരണം 73 കക്ഷിയാവുമെങ്കിൽ അതിലൊരു കക്ഷിയാണ് ഹക്കിന്റെ ആളുകള്. അതാരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനും എന്റെ സഹാബത്തും ഏത് മാർഗത്തിലാണോ ആ മാർഗത്തിലുള്ളവരെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചെങ്കിൽ ഇന്ന് കറകളഞ്ഞ് സഹാബത്ത് അഷ്റഫുൽ ഖൽഖിനെ ഏത് കണ്ണുകൊണ്ട് കണ്ടോ, ഏത് കൽബുകൊണ്ട് ഉൾക്കൊണ്ടോ അതേ ഭാഷയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അഷ്റഫുൽ ഖൽഖിന്റെ ശരീരമുണ്ട്, അവിടുത്തെ രോമമുണ്ട്, അവിടുത്തെ നഖമുണ്ട്, ഇതെല്ലാം വളരെ വ്യക്തമായി സഹാബാക്കിറാം എങ്ങനെ മനസ്സിലാക്കിയോ അതേപോലെ വിശ്വസിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ മാത്രമാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ അവർ പോകുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്കായിരിക്കാം. അതുകൊണ്ട് ആ സംഘടനയുടെ ഒരു 90-ാം വാർഷികത്തെ സ്വീകരിക്കാനും അതിന് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് അവസരം നൽകിയെങ്കിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിക്കുകയും നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഇറങ്ങിക്കൊണ്ട് അതിന് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് അല്പം ഫാത്തിഹ മാത്രം ഓതി ദിക്റിലേക്ക് പോവാൻ ലക്ഷക്കണക്കായ ഔലിയാക്കളും മശായിഖുകൾ ചെറിയ അധികാരികളുണ്ട്. പക്ഷേ സമയം ദീർഘമാവുന്നതിനെ ഭയപ്പെട്ടുകൊണ്ട് ക്ഷമിക്കുന്നു. അതിലേക്ക് പോകുന്നില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശൈഖുനാ അലി റളിയല്ലാഹു അൻഹു എനിക്ക് പഠിപ്പിച്ച് അവിടെ നിന്ന് ഹസ്സൻ ബസ്രി തങ്ങളിലേക്ക്, അവിടെ നിന്ന് പോന്നു ഉസ്മാൻ ഹാറൂനി തങ്ങളിലൂടെ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി, അവിടെ നിന്ന് ഖുതുബുദ്ദീൻ ബഖ്തിയാർക്കാക്കി, ബാബ ഫരീദുദ്ദീൻ കൽബിശക്കർ ചിശ്തി, മഖ്ദൂം അലാവുദ്ദീൻ അലി അഹമ്മദ് ഖാദിരി ചിശ്തി ഉത്തരാഖണ്ഡ്, അവിടെ നിന്ന് പോന്നു ഹാജി അബ്ദുറഹീം ബിലാലി ഷഹീദ് സാബിരി ചിശ്തി കാളിയറോഡ്, ആ വഴിയിലൂടെ വന്ന് മഹാന്മാരായിരിക്കുന്ന പ്രസിദ്ധരായ ഔലിയാക്കളാവുന്ന ലൈലാൻ ഔലിയ, ആലുവ അബൂബക്കർ മുസ്ലിയാർ, കല്ലാരപ്പള്ളി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, സിരിയം മലബൂർ പോലെയുള്ള ഔലിയാക്കളിലേക്ക് എത്തപ്പെട്ട അധികാരങ്ങളുണ്ട്, സ്വലാത്തുകളുണ്ട്. അതില്ലെങ്കിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാനായിരിക്കുന്ന ശൈഖുനാ അലി റളിയല്ലാഹു അൻഹുവിലേക്ക്, അവിടെ നിന്ന് ഹുസൈൻ തങ്ങളിലേക്ക്, അവിടെ നിന്ന് സൈനുല്ലാബിൻ തങ്ങളിലേക്ക്, അവിടെ നിന്ന് നിലാമുറ്റം ശ്രമിക്കുന്ന മുഹമ്മദ് ബാഖർ റളിയല്ലാഹു അൻഹുവിലൂടെ വന്ന് മുഹീദ്ദീൻ ശൈഖിലേക്ക്, റിഫായി ശൈഖിലേക്ക്, അബ്ദുൽ ഖാദിർ ശൂറവർദി തങ്ങളിലേക്ക്, അവിടെ നിന്ന് പോകുന്ന കർണാടക സ്റ്റേറ്റിലെ അങ്കോലയിൽ കബ്ബർവാടാണെന്ന് പറയുന്ന സ്ഥലത്തിൽ ശ്രമിക്കുന്ന മഹാനായ ഫത്ഹുല്ലാഹിൽ ഖാദിരി ബഗ്ദാദി മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ 12ാമത്തെ പേരമകൻ ആ വഴിയിലൂടെ വന്ന് ഈ പറയപ്പെട്ട മഹത്തുക്കളായ ഔലിയാക്കൾ, വീരൻ ഔലിയ, ആലുവ അബൂബക്കർ മുസ്ലിയാർ, കരുനാഗപ്പള്ളി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, സിയം മടവൂര് പോലെയുള്ള ഔലിയാക്കളിലേക്ക് എത്തപ്പെട്ട അധികാരികളുണ്ട്. പക്ഷെ ബറക്കത്തിന് സാധാരണ ചെല്ലാറുണ്ടെങ്കിലും സമയം നിലവിളിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഏറ്റവും ഷോർട്ടായി ഒരൽപ്പം ഫാത്തിഹ മാത്രം പോയി നമുക്ക് ദുആ ചെയ്യാം. ദുആ ചെയ്യുന്ന സമയത്ത് തന്നെ വിവിധ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് സംഭാവന നൽകിയവരുണ്ട്. അവരുടെ മനസ്സിൽ ആ ഉദ്ദേശം അവരാക്കിക്കൊണ്ട് എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഏറ്റവും മുഖ്യമായി നമ്മൾ മനസ്സിൽ എന്റെ മരണം എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ, ഇന്ന് രാത്രി നടക്കോ നാളെ നടക്കോ എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടായതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ്, ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് എന്റെ ഹൃദയം ശുദ്ധമാക്കേ അല്ലാ, എന്റെ ശരീരം ശുദ്ധമാക്കേ അല്ലാ, എന്നോടെ ആമീൻ പറയണേ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഇലാ ഹദറത്തി റൂഹി നബിയിനാ വശഫീഇനാ വഖാദിനാ വമഅൂഖിനാ മുസ്തഫാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഫാത്തിഹ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم
غير المغضوب عليهم ولا الضالين آمين. وإلى حضرات أرواح ساداتنا جبريل وميكائيل وإسرافيل وعزرائيل وإلى الملائكة كلهم أجمعين. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرات أرواح جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين خصوصا إلى حضرة وخضر عليه السلام وإلى حضرة روح إلياس عليه السلام. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرات الروح ساداتنا أبي بكر وعمر وعثمان وعلي وإلى حضرة روح سيدتنا فاطمة الزهراء وسيدنا الإمام الحسن والحسين وسيدتنا خديجة الكبرى وعائشة الصغرى وأمهات المؤمنين رضوان الله تعالى عن كل واحد منهم أجمعين. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب آمين. وإلى حضرة روح شيخنا وحسن العالم سلطان محي الدين عبد القادر الجيلاني وإلى حضرة روح شيخنا سلطان العارفين الشيخ السيد أحمد الكبير الرفاعي وإلى حضرة روح شيخنا كتب الهند خواجة معين الدين السجل الأجلي وإلى حضرة روح شيخنا ضياء الدين بالنجيب عبد القيد سورة وربيع رمضان قدس اللهم أسرارهم وارض عنهم وانفعنا بهم أجمعين. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم آمين. وإلى حضرات روح ساداتنا صحابه البدريين والوحدين وبقية الصحابة والقرابة كلهم رضوان الله تعالى عن كل واحد منهم أجمعين. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة روح شيخنا ومعشوقنا قرة أعيننا الشيخ السيد سلطان ميران شاه الحميد الناظري وإلى حضرة روح شيخنا داوود ولي الله وإلى حضرة روح شيخنا الشيخ السيد سلطان سيدنا المنظرمي قدس اللهم أسرارهم وارضى عنهم وانفعنا بهم أجمعين. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة روح سيدنا الشيخ سلطان محمد مولى جلال مكان وإلى حضرة روح شيخنا الشيخ محمد صالح مولاه وإلى حضرة روح شيخنا مرشدنا مربنا الشيخ عبد الله الرشيد صافي القاضي الرفاعي السورة ورضي الحمدان قدس اللهم أسرارهم وارض عنهم وانفعنا بهم أجمعين. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. وإلى حضرة روح من نبينا عبد العزيز مصدر بها مقام
اللهم نبر أرواحهم يا رب العالمين. الفاتحة. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرات أرواح مشايخنا مشايخ القاضية الجلالية والرفاعية والجبسية الصابرية والسورة القضية الكبرية الحمدانية قدس اللهم أسرارهم. وإلى حضرات أرواح أصولهم مقروئين. وإلى حضرات أرواح آبائنا وأمهاتنا ومشايخنا وأساتذتنا وسائر أقربائنا وأحبابنا. وإلى حضرات أرواح من ماتوا منا. وإلى حضرات أرواح من دفنوا في محلتنا هذا. وإلى حضرات أرواح من ماتوا من سمست جميع العلماء. وإلى حضرات أرواح جميع المؤمنين والمؤمنات أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. കുട്ടിയെ ഹാഫിളാക്കാൻ ദുആ ചെയ്യാൻ വേണ്ടി ഒരു മഞ്ഞ സഹോദരി ഒരു സ്വർണ്ണവള അള്ളാഹു ഇത് കബൂലാക്കുമാറാകട്ടെ. ഇതിന്റെ പ്രതിഫലമായി അള്ളാഹു അവന്റെ മഹത്തായ ഫളിൽ കൊണ്ട് ഈ സദസ്സിന്റെ മഹത്വം കൊണ്ട് ഇതിലുള്ള സാലിഹ്യങ്ങളുടെ മഹത്വം കൊണ്ട് ഇവിടെ നമ്മൾ ഫാത്തിഹകൾ ഓതിയ മഹാന്മാരുടെ മഹത്വം കൊണ്ട് ആ സഹോദരി ഉദ്ദേശിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാളെയെങ്കിലും അള്ളാഹു തആല ഹാഫിളാക്കുകയും ഇല്ല എങ്കിൽ ഹാഫിളങ്ങളുടെ പദവി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുവാണ്. വീണ്ടും വീണ്ടും ദീനിനെ സഹായിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള സന്മനസ്സും തൗഫീഖും അല്ലാഹു തആല ആ സഹോദരിക്കും അതുപോലെ മറ്റുള്ള സഹോദരിമാർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ബഹുമാനികളെ, ഇനി ദുആയാണ്. അതാണ് ഏറ്റവും പ്രധാനം. അതിനെ ഇജാബത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫാത്തിഹകളൊക്കെ ഓതിയത്. ദിക്ർ ചെല്ലലും അത് തന്നെയാണ്. ദിക്ർ ചെല്ലി ദുആ ചെയ്യുമ്പോൾ ആ അദ്കാറുകളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഉണ്ടാവും നമ്മുടെ സദസ്സില്. അതേപോലെ തന്നെ അത് ചൊല്ലിയതായ ലക്ഷക്കണക്കായ ഔലിയാക്കൾ മശായിഖ് അവരിൽ പലരും നമ്മുടെ സദസ്സിൽ അർവാഹിയായി ഉണ്ടാവാം. എത്രയോ അനുഭവങ്ങൾ നമുക്ക് സാക്ഷിയാണ്. അപ്പോ അതിനെല്ലാം ചുരുക്കി ഫാത്തിഹകളെ നമ്മൾ ഓതി ഇനി നമുക്ക് നമ്മുടെ നേടുന്ന 100 പ്രശ്നം അള്ളാഹുവിലേക്ക് ചോദിച്ച് വാങ്ങണം എന്ന കിട്ടുമെന്ന അല്ലല്ലാതെ ആരാ ഉത്തരം ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞതാണ്. ഇന്ന് അള്ളാഹു അല്ലാതെ നമ്മുടെ പ്രയാസങ്ങൾ തീർത്തു തരാൻ ആർക്ക് കഴിയും? ഒരു പാലം വേണമെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് അല്ലേ? അതുപോലെ ഈ ഏരിയയിലേക്ക് ഇവിടെ 10 വീടുണ്ട്, അവിടെ കറണ്ട് കിട്ടിയിട്ടില്ല.
അല്ലെങ്കിൽ വെള്ള കണക്ഷൻ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ പോലൊക്കെ കരുതിയാൽ നടക്കും. നമ്മുടെ ശരീരത്തിൽ ഒരു അസുഖമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കറുണ്ട്, പൊന്നും ഹബീബേ മുഖ്യമന്ത്രി ഇതൊന്നു മാറ്റി തന്നെ എന്ന് പറഞ്ഞാൽ സാധ്യമല്ല, കഴിയില്ല. അതിന് ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി മൂന്നാണെങ്കിലും സാധ്യമല്ല, കഴിയില്ല. നേരെ മറിച്ച് അത് നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ചോദിക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഉറപ്പുവരുത്തുക, ഉത്തരം കിട്ടാൻ. അല്ലാ പടച്ചോനെ ഞാൻ എന്റെ അടിമയാണ്, മനസ്സിലായില്ല. അള്ളാഹുവേ ഞാൻ എന്റെ അടിമയാണ് റബ്ബേ എന്ന് പറഞ്ഞാൽ ഒരു വിജയനയും ഒരു കഴിവും എനിക്കില്ല. എന്റെ എല്ലാം എന്റെ കയ്യിലാണ്. 24 മണിക്കൂറിന്റെ ഇടയില് 23,000 പരം ശ്വാസോച്ഛ്വാസം നൽകിക്കൊണ്ട് ശ്വാസം മേലോട്ട് കയറ്റി താഴോട്ടിറക്കി എന്നെ പോറ്റുന്ന റബ്ബേ, ഞാൻ ശവമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നെ നീ സഹായിക്കണേ, എന്റെ ദുആക്ക് ഉത്തരം നൽകണേ. പടപ്പല്ല, പടപ്പുകളിൽ പലതും കാണും. പട്ടി പടപ്പാണ്, പൂച്ച പടപ്പാണ്, എലി പെരിച്ചായി, പക്ഷികളിലൊക്കെ അള്ളാഹു പടച്ച പടപ്പുകളാണ്. അവരൊരു പരിധി വരെ ജീവിക്കും, പിന്നെ എവിടെയും കിടന്ന് ജീവൻ പോകും. അങ്ങനെ പോകുന്നവരും പോണ്ടവരും അല്ല നമ്മള്. നമ്മൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹു നമ്മുടെ റബ്ബാണ്, നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ്. അത് ഉറപ്പിച്ചുകൊണ്ട് പഠിച്ചോരെ എന്നോടല്ലാതെ ചോദിക്കാനില്ല. എന്റെ വിഷമങ്ങൾ തീർത്തു തന്നെ അല്ല. എനിക്കെന്ന രോഗം തന്നത് ഉമ്മൻചാണ്ടിയല്ല, അഞ്ജലിയല്ല, പിന്നാരാ നീ മാത്രമാണ് തന്നത്. എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്, അതുകൊണ്ട് നീ ശിവ നൽകണേ അല്ല. പിന്നെങ്ങനെയുള്ള ശിവരായിരിക്കും അങ്ങനെ ചോദിച്ചാൽ ഉമ്മങ്ങളല്ലാതെ എനിക്ക് ആരാ തരാനുള്ളത്? ഉമ്മ എനിക്ക് ഉമ്മല്ലോ, വേറെ എനിക്ക് ഉമ്മല്ലല്ലോ. ഉമ്മളല്ലാതെ ആരാ എനിക്ക് തരാനുള്ളത് എന്നൊരു കുട്ടി ചോദിച്ചാൽ ആ ഉമ്മാക്ക് ആ കുട്ടിയോട് കരുണ തോന്നോ? അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് സ്നേഹം നമ്മളോടുള്ള നമ്മുടെ റബ്ബ്, 24 മണിക്കൂറും നമ്മിൽ ലയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബ് ഞാൻ എന്റെ അടിമയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ എന്താണോ ചോദിക്കുന്നത് അതാണ് കൊടുക്കുന്നത്. വാങ്ങാൻ കഴിയണമെന്ന് മാത്രം, അതാണ് ചോദിച്ചു വാങ്ങുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മജ്‌ലിസിനെ അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. സാലിഹീങ്ങളുടെ സദസ്സായി അള്ളാഹു അംഗീകരിക്കട്ടെ. ഇവിടെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ദുആകൾക്ക് ഉത്തരം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ കാരണക്കാർക്ക് അള്ളാഹു തആല അതർഹിക്കുന്ന പ്രതിഫലം നൽകി അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്.